ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ചോദിച്ച 2 സംശയങ്ങൾക്ക് ഉത്തരമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അതായത് നിങ്ങൾക്ക് PSC റിസൾട്ട് വന്നു, ഒരുപാട് പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ വന്നു, അതിൻ്റെ തീയതികൾ വന്നു. പെട്ടെന്ന് ഇതൊക്കെ വന്നപ്പോൾ മൊത്തത്തിലൊരു അങ്കലാപ്പിലാണ് നമ്മളിൽ പല ആൾക്കാരും. അപ്പോൾ എന്ത് ചെയ്യും എന്നറിയാതെ പല ആൾക്കാരും മെസ്സേജസ് അയക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നൽകുന്നത്. അപ്പോൾ ഇതിലും സഫീഷ്യൻ്റ് അല്ല നിങ്ങളുടെ സംശയങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ബാക്കി സംശയങ്ങൾ താഴെ കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സംശയങ്ങൾ ദൂരീകരിക്കണം. ഇനി സംശയങ്ങൾ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ പഠനം നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട സംശയം വന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ ഏപ്രിൽ 29 നടക്കുന്നു. കമ്പനി ബോർഡ് LGSന്റെ മെയിൻസ് പരീക്ഷ മെയ് 17. പിന്നെ അതിനോടൊപ്പം തന്നെ VFA, ബെവ്കോ, LDC പരീക്ഷയൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി LGS പരീക്ഷ വരുന്നുണ്ട്. ഇത് തമ്മിൽ പഠനത്തിൽ ഓവർലാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. ആര് ഏതിനൊക്കെ എന്തൊക്കെ പഠിക്കും എന്നുള്ളതാണ് സംശയം. എല്ലാ പോസ്റ്റും പ്രധാനപ്പെട്ടതാണ്. എല്ലാ പോസ്റ്റിൽ ഏതെങ്കിലുമൊക്കെ പോസ്റ്റിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്. അതിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കിട്ടിയാൽ കുറേ നല്ലതാണ്. അപ്പോൾ ഏതിലും നോക്കുമെന്നുള്ള സംശയത്തിലാണ് പല ആൾക്കാരും. അപ്പോൾ എന്താണ് ഒന്നാമത്തെ സംശയം നോക്കാം. അതായത് കമ്പനി ബോർഡ് LGS ലിസ്റ്റിന്റെ പ്രിലിംസ് കടന്നു. അതിന്റെ പരീക്ഷ മെയ് 17, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിംസ് പരീക്ഷ ഏപ്രിൽ 29. ഏതാണ് ഞാൻ പഠിക്കാനുള്ളത്? അതായത് കമ്പനി ബോർഡ് LGSൽ ഏകദേശം 55,000-ലധികം ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉൾപ്പെട്ട ആൾക്കാരിലുള്ള ആശങ്കയാണ് ഇത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിംസ് പരീക്ഷ ഏപ്രിൽ 29 അപ്പോൾ പിന്നെ ഞാൻ അത് പഠിക്കണ്ടേ, അതോ മെയ് 17 പരീക്ഷയ്ക്ക് പഠിക്കുമെന്നുള്ളത്. അപ്പോൾ കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഡിഗ്രി പാസ്സായ ആൾക്കാർക്കും കമ്പനി ബോർഡ് LGS പരീക്ഷ എഴുതാൻ സാധിക്കും. അതിനകത്ത് ഇംഗ്ലീഷും മലയാളവും ഉൾപ്പെട്ടിട്ടില്ല. ആകെ ഉള്ളത് മാത്സും പിന്നെ കറണ്ട് അഫയേഴ്സും പിന്നെ കുറച്ച് GK പോർഷൻസും മാത്രമേ ഉള്ളൂ കമ്പനി ബോർഡ് LGSനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സിലബസ് വ്യക്തമായിട്ട് നോക്കുക. നിങ്ങൾ ഇതിനകത്ത് ഈ 3 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അതിന് നിങ്ങൾ ക്യാപ്പബിൾ ആണോ, നിങ്ങൾക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം വിലയിരുത്തി നോക്കുക. നോക്കിയതിന് ശേഷം ഏതിലാണോ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ കമ്പനി ബോർഡ് പിന്നെ LGS ലിസ്റ്റിൽ പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പഠിക്കും എന്ന് ചോദിച്ചാൽ അവർക്ക് മെയ് 17 എക്സാം വരുന്നത്. SCRT ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കണം പഠിക്കേണ്ടത്. അതായത് സിലബസിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് SCRT പുസ്തകം 5 മുതൽ 10 വരെയുള്ള പുസ്തകം വായിച്ച് നന്നായിട്ട് റിവിഷൻ ചെയ്ത് പഠിച്ചാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, കമ്പനി ബോർഡ് LGSന്റെ ആദ്യത്തെ റാങ്കുകളിൽ എത്തപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ. മാത്സ് നന്നായിട്ട് പഠിക്കണം, അതും SCRT പുസ്തകം നോക്കി പഠിക്കണം. കറണ്ട് അഫയേഴ്സിന് 20 മാർക്കാണ്, അപ്പോൾ അതും പഠിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അതിനൊരു വെൽ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കണം. അപ്പോൾ ഇത് ഇത്രയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കമ്പനി ബോർഡ് LGS എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ വേണം എന്നുണ്ടെങ്കിൽ, അതായത് കൃത്യമായിട്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറക്കണ്ട, അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് 23 ജനുവരി 25 മുതലുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം മൊത്തം 5 ഡിഗ്രി പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സ് പഠിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ. പിന്നെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് റെഗുലർ ആയിട്ട് പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഇതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഈ മാത്സും ഇംഗ്ലീഷും മലയാളവും പോലെ തന്നെ 10 മാർക്കിന് ആർട്സ് ആൻഡ് സ്പോർട്സ് ലിറ്ററേച്ചർ ഉണ്ട്. അപ്പോൾ അതിന് നല്ല കാര്യമായിട്ട് ടൈം കണ്ടെത്തി പഠിക്കണം. അപ്പോൾ അതിനും ഒരു വെൻ പ്ലാൻഡ് സ്റ്റഡി പ്ലാൻ വേണം. അത് നമ്മളിപ്പോൾ ജനുവരി 23 മുതൽ ഒരു കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ഇനി കോഴ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്താൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയാലും നമ്മുടെ കമ്പനി ബോർഡ് LGSനാണോ പ്രിപ്പയർ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് മാത്സ്, ഇംഗ്ലീഷിൽ നിങ്ങൾ ഓക്കെ ആണോ, ഈ ഒരു 2 മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ നിങ്ങൾ ഓക്കെ ആണോ, SCRT പുസ്തകമൊക്കെ നിങ്ങൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ബോർഡ് LGSനെ സംബന്ധിച്ചിടത്തോളം റിവിഷൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ 2 എക്സാമിനും നോക്കാം. ഇനി അങ്ങനെ അല്ല എങ്കിൽ
നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ ഇപ്പം മാത്സും ഇംഗ്ലീഷും ഒക്കെ നല്ല ബേസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ക്രാക്ക് ചെയ്യാൻ നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പക്ഷേ എനിക്ക് മാത്സ് അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷും മലയാളവും ഒക്കെ എനിക്കിനി ഒന്നേന്നെ പഠിച്ചെടുക്കണം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ലാസ്റ്റ് ചാൻസ് ആണ് കമ്പനി ബോർഡ് LGS എഴുതിയെടുക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി ഉണ്ടെങ്കിൽ പോലും കമ്പനി ബോർഡ് LGS എഴുതിയെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി വന്ന മറ്റൊരു സംശയം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സംശയമാണ് കമ്പനി ബോർഡ് LGS മെയിൻസ് പരീക്ഷ നോക്കണോ യൂണിവേഴ്സിറ്റി LGS പഠിക്കണോ എന്നുള്ളത്. ഇത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം യൂണിവേഴ്സിറ്റി LGSൻ്റെയും കമ്പനി ബോർഡ് LGS മെയിൻസ് പരീക്ഷയുടെയും സിലബസ് ഏകദേശം സെയിം ആണ്. കമ്പനി ബോർഡ് LGS മെയിൻസ് പരീക്ഷയ്ക്ക് കൃത്യമായും വ്യക്തമായും പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റി LGSൻ്റെ കേസിൽ ഉറപ്പാണത്, കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ടും ശക്തമായിട്ടും തന്നെ കമ്പനി ബോർഡ് LGS മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുക. ഇനി ഒരു പ്രിലിംസ് കടക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണെന്ന് ചിന്തിച്ചിട്ട് വേണം കമ്പനി ബോർഡ് LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ സംശയം മാറിക്കാണും എന്ന് വിശ്വസിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള പുതിയ സംശയങ്ങൾ എന്താണെന്ന് എത്രയും പെട്ടെന്ന് ദൂരീകരിക്കുക. നല്ലൊരു സ്റ്റഡി പ്ലാനിലൂടെ വേണം. ഒന്നെങ്കിൽ നിങ്ങൾ തന്നെ സിലബസ് എടുത്തിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. നിങ്ങൾക്ക് എത്ര ടൈം എടുക്കാൻ പറ്റും, എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾ അറേഞ്ച് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. അതല്ല എങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ തന്നിട്ടുള്ള സ്റ്റഡി പ്ലാനിലൂടെ പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.